ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് again ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഹെയർ ബോട്ടോക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് ആഫ്റ്റർ കെയർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്റെ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ വീഡിയോ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ബോട്ടോക്സ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര പെട്ടെന്നാണ് ആ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റ് എന്റെ ഹെയറിന് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബോട്ടോക്സ് വീഡിയോന്റെ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടോക്സ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതുകൊണ്ട് അപ്പൊ എന്റെ ആ ഒരു 7-8 വാഷസ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എഫക്ട് പോയിട്ടുണ്ട്. എന്നിട്ടും സ്റ്റിൽ ഞാൻ ഇപ്പോഴും കുഴപ്പമില്ലാത്ത രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് അത്ര വലിയ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊന്നുമല്ലല്ലോ, വേവി ആയിട്ട് തന്നെയാണല്ലോ കിടക്കുന്നത് എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്ത സമയത്ത്, ഞാൻ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഹെയർ കട്ട് ചെയ്ത സമയത്ത് എന്റെ ഹെയർ ആ ഒരു അവർ സെറ്റ് ചെയ്ത് തരുമല്ലോ, അതൊക്കെ കഴിഞ്ഞ ശേഷം എന്റെ ഹെയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അത് നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആ ഒരു ഹെയർ അല്ല ഇപ്പൊ എന്റെ ഹെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിക്കേ അല്ല ഇപ്പൊ എന്റെ ഹെയർ. ആ ഭയങ്കര വേവി ആയിട്ടുള്ള ഹെയറിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പം സ്റ്റൈൽ ചെയ്തിട്ട് പുറത്ത് പോവാണെന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്ക് സ്ട്രെയിറ്റ് ലുക്കിൽ തന്നെ ഇപ്പൊ എന്റെ ഹെയർ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറെ കാലം ബോട്ടോക്സ് എഫക്റ്റ് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരുപാട് പേര് ഇപ്പൊ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. എന്റെ ആ വീഡിയോന് താഴെ തന്നെ ഇഷ്ടംപോലെ കമന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ഇടുന്ന വീഡിയോസിലും കുറെ പേര് കമന്റ് ചെയ്തിട്ട് എഫക്റ്റും കാര്യങ്ങളും എങ്ങനെയുണ്ടോ ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കുറച്ച് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറെ, അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ ഇപ്പോഴേ ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ ബോട്ടോക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വിചാരിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്പർ 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നതിന്റെ മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയ, നിങ്ങൾ ഏത് ഏരിയയിലാണോ നിൽക്കുന്നത് അവിടെയുള്ള അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സലൂൺ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഒരു ലോക്കൽ സലൂണിൽ പോയിട്ടോ, അല്ലെങ്കിൽ നല്ല ഇതിനെപ്പറ്റി അറിയുന്ന ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ കീഴിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റ് പോലും കിട്ടത്തില്ല. നിങ്ങളുടെ എഫക്റ്റ് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഈവൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സലൂണിൽ തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയുക, അവർക്ക് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ ബ്രാഞ്ചസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു പേജാണ്. എന്നിട്ട് പോലും എനിക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലോക്കൽ സലൂൺസ് ഒന്നും തിരഞ്ഞെടുക്കരുത്, പ്രീമിയം സലൂൺ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരോട് ഇപ്പൊ ഏത് ബോട്ടോക്സ് ആണ്, ബ്രസീലിയൻ ബോട്ടോക്സ് ഉണ്ട്, MK ബോട്ടോക്സ് ഉണ്ട്, അങ്ങനെ കുറെ ഡിഫറെന്റ് ബോട്ടോക്സ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഏത് ബോട്ടോക്സ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവരോട് ചോദിക്കുക. എന്റെ ഹെയറിന് നിങ്ങൾ ഏതാ ചെയ്യാൻ പോകുന്നത്, എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് അവർ പ്രൊഡക്റ്റ് അവരെടുക്കുന്നത് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റേത് നമുക്ക് അറിയില്ല, അവർ നമ്മുടെ ഏത് തലയിൽ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് പോലും അറിയത്തില്ല. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ ഏത് ബോട്ടോക്സ് ആണ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് കാണിച്ചു തരുമോ എന്നൊക്കെ ഉള്ളതൊന്ന് ചോദിക്കുക. അതാണ് നമ്പർ 1 കാര്യം, നല്ലൊരു സലൂൺ സെലക്ട് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് 1, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. അതായത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആഫ്റ്റർ കെയറിന് അവർ സജസ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ടാവും. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് സലൂണിൽ നിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ നൈക്കയെന്നൊക്കെ പർച്ചേസ് ചെയ്യാം. ഞാൻ നൈക്കയെന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈക്കയിലാവുമ്പോൾ നമുക്ക് ഓഫർ ഉണ്ടാവും, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ കിട്ടും. അപ്പൊ അതെന്തായാലും നിങ്ങൾ വാങ്ങിക്കുക. അപ്പൊ നിങ്ങൾ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ആ ചെയ്യണ പൈസ മാത്രം നോക്കരുത്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ ആഫ്റ്റർ കെയർ ചെയ്യാനുള്ള ബഡ്ജറ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പോയിട്ട് കാര്യമുള്ളൂ. അതല്ല നിങ്ങൾക്ക് അതിൽ കൂടുതൽ പൈസ ചെലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ബോട്ടോക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ്
പ്രൊഡക്ട്സ് നിർബന്ധമായിട്ടും പർച്ചേസ് ചെയ്യണം. അതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടാവും. കാരണം പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ 2500, 3000 അതിൽ കൂടുതലും റേറ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യണം. അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും പോയിട്ട് ആ ഒരു എന്താ പറയാ 1-2 ഡേയ്സിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ചിലവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അറിയാതെ ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചില സലൂൺസിന് 48 hours, അതായത് 2 ദിവസം ആ ഒരു ഇതൊക്കെയാണ് പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 days ഒക്കെ കഴിഞ്ഞ് 4th day or 5th day അങ്ങനെയായിരുന്നു ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ബോട്ടോക്സ് ചെയ്തിട്ട് പിറ്റേന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ ഒന്നും പോയിട്ട് ഹെയർ വാഷ് ചെയ്യരുത്. എന്തായാലും ഒരു 2 days കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ 3rd day ചെയ്യാം, അല്ലെങ്കിൽ 4th day അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ഈ ഹെയർ കെയർ പ്രോഡക്ട്സ് അവർ പറഞ്ഞിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ചിലവർക്ക് ഷാംപൂ ആൻഡ് മാസ്ക് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ അത് യൂസ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ആരും എന്താ പറയാ ചിലപ്പം കെയർ ചെയ്യാത്തൊരു സംഭവമാണ്, നിങ്ങൾ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഹെയർ കൊണ്ടിട്ട് ഭയങ്കര വെയിലത്തോട്ട് അല്ലെങ്കിൽ ഭയങ്കര സൺ എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ പോവാണെന്ന് വിചാരിക്കുക. അതായത് അത്രയും വെയിൽ കൊള്ളുന്ന രീതിക്ക്, അല്ലെങ്കിൽ അത്രയും പൊടിയും കാറ്റൊക്കെ. ഇപ്പൊ ചിലപ്പം ബസ്സിലൊക്കെ ഇരുന്ന് നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര രീതിക്ക് കാറ്റടിക്കുമല്ലോ, വിൻഡോ സീറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു രീതിക്ക് ഭയങ്കര ഒരു എന്താ പറയാ മൊത്തത്തിൽ ഇങ്ങനെ പൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയാൽ തന്നെ മതി, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലും നല്ല പൊടിയും എല്ലാം കൂടി ആയിട്ട് നമ്മുടെ ഹെയറിന് അത് ഭയങ്കര ഡാമേജ് ചെയ്യും. അപ്പൊ ഈ ഒരു ബോട്ടോക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആ ഒരു ഹെയറിൽ അവർ ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് അവർ അതിൽ പിടിപ്പിക്കുന്ന ഒരു സാധനമാണല്ലേ. അപ്പൊ അത് ആ ഹെയറിൽ ആ ഒരു കോട്ടിലാണ് അത് ഉണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അതിന്റെ ആ എഫക്റ്റ് പോവും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രീം നമ്മുടെ ആ ഒരു എന്താ ഹെയറിലോട്ട് അതിനെ ഒന്ന് അബ്സോർബ് ആയി സെറ്റ് ആവാൻ കുറച്ച് ഡേയ്സ് വേണം. ഒരു 4 to 5 days ഒക്കെ ആവുമ്പോഴേക്കാണ് അത് നല്ല രീതിക്ക് നമ്മുടെ ഹെയറിനൊന്ന് സെറ്റ് ആക്കി കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ തന്നെ നിങ്ങൾ പോയിട്ട് ഫുൾ ഇങ്ങനെ പൊല്യൂഷൻ, അങ്ങനത്തെ ഡസ്റ്റ്, അതുപോലെ നല്ല വെയിലത്തേക്കൊക്കെ പോയിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കാണ് നമ്മുടെ ഹെയറിന് അത് ബാധിക്കും. ചിലപ്പോൾ ആ ഒരു എഫക്റ്റ് പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഡോണ്ട് ഡു ദാറ്റ് മിസ്റ്റേക്ക്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നല്ല രീതിക്ക് നല്ല പൊന്നുപോലെ നിങ്ങളുടെ ഹെയറിനെ കെയർ ചെയ്യുക. ആ ഒരു 2-3 days അധികം ഒന്ന് സൺ എക്സ്പോസ്ഡ് ആവാതെ നോക്കുക. ഭയങ്കര പൊടി, കാറ്റ് അങ്ങനത്തെ ഒന്നും നിങ്ങളുടെ ഹെയറിൽ കൊള്ളിക്കാതിരിക്കാൻ നോക്കുക. നല്ല രീതിക്ക് ഹെയർ വൃത്തിക്ക് കൊണ്ട് നടക്കുക, നല്ല പൊന്നുപോലെ കൊണ്ട് നടക്കുക. ആൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്, നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നെ പോലെ തിൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെപ്പം വരെ ഇപ്പൊ ഞാൻ ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ ഹെയർ ഇപ്പൊ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അത് എന്താ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ടിപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പം നിങ്ങൾ നല്ല കട്ടിയുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് നല്ലൊരു സലൂണൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ എഫക്റ്റ് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതല്ല ഇപ്പൊ എന്റെ പോലെ ഭയങ്കര തിൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. എന്താ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം നിങ്ങളുടെ ഹെയർ ടൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അവർ പറയുന്നത് ഏകദേശം ഒരു 1 week 2 week ഒന്നും ഹെയർ ടൈ ചെയ്യരുത് എന്നാണ് എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെയർ അങ്ങനെ കെട്ടി വെക്കാതിരിക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. നമ്മൾ കിടക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഹെയർ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫുൾ ആയിട്ട് എടുത്തിട്ട് എന്താ പറയാ, ഞാനിപ്പോൾ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ ഹെയർ മുകളിലോട്ട് ഇട്ടിട്ട് നമ്മുടെ പില്ലോന്റെ മുകളിലേക്ക് ഹെയർ വരുന്ന രീതിക്ക്, അതായത് ഹെയറിന്റെ മുകളിൽ കിടക്കാതെ ഹെയർ ഫുള്ള് പില്ലോന്റെ മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇട്ടിട്ട് അങ്ങനെ വേണം. അതിന്റെ ഫോട്ടോസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കട്ടെ. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഹെയർ ടൈ ചെയ്ത് വെക്കരുത്. ഏകദേശം ഒരു 1 week 2 week അങ്ങനെ ചെയ്യാതിരിക്കുക. പക്ഷേ ഞാൻ എന്റെ ഹെയറിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, എന്റെ ബോട്ടോക്സ് എഫക്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു, സ്ട്രെയിറ്റ് ലോക്കൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഹെയർ ടൈ ചെയ്ത് വെക്കുന്നത് ഭയങ്കര കുറവായിരുന്നു. സ്റ്റിൽ നൗ ഇപ്പൊ പോലും ഞാൻ അങ്ങനെ ഹെയർ ടൈ ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്റെ ഹെയർ കുഴപ്പമില്ലാത്ത രീതിക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ഹെയർ ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നില്ല കുറച്ച് ഫോട്ടോസ്, അതിലെ പോലെ തന്നെ ആവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കെട്ടി വെക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേവി ആയിട്ടുള്ള ആ ഭാഗം കെട്ടിവെക്കുന്ന അവിടെ ഒരു വേവി പോലെ വരും. ഞാൻ കുറച്ചൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടൈറ്റ് അല്ലാതെ. എന്നിട്ട് പോലും എന്റേത് എനിക്ക് ചെറിയ അതായത് ഈ എഫക്റ്റ് ഒക്കെ പോയി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കെട്ടിയ കാര്യമല്ല. ഞാൻ ഏകദേശം ഇപ്പൊ എന്റെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞു. 3 മാസത്തിനുള്ളിൽ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ കെട്ടിവെച്ചിട്ടുള്ളൂ. അങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും കെട്ടിവെക്കും, അപ്പൊ തന്നെ ചിലപ്പോൾ അത് ഊരി കളയും ചെയ്യും. കാരണം എനിക്കൊരു പേടിയാണ് അതിന്റെ എഫക്ട്, ആ ഒരു
അവിടെ ഇങ്ങനെ ഫുൾ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേവി, കാരണം എൻ്റെത് ഓൾറെഡി എഫക്റ്റ് പോയിട്ടുള്ളതാണല്ലോ. പക്ഷെ നിങ്ങളുടേത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ബോട്ടോക്സ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങളുടെ ഹെയറിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സ്ക്രഞ്ചീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ലൂസ് ബണ്ണൊക്കെ കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയൊന്നും പ്രശ്നമില്ല. പക്ഷെ അല്ലാന്നുള്ള നിങ്ങൾ തിൻ ഹെയർ ഒക്കെയാണ്, നിങ്ങൾക്ക് എഫക്റ്റ് ഒക്കെ പോയി തുടങ്ങുന്ന ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ഹെയർ ടൈ ചെയ്ത് വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് വെക്കുമ്പോൾ എന്തായാലും ഒന്നാമത് എഫക്റ്റ് പോയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എഫക്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലത്തെ ഒരു ഫീൽ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു സ്ട്രേറ്റ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. ഇപ്പൊ എന്റെ ഇവിടെയൊക്കെ കണ്ടോ, ഇതിപ്പോ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് 2 ദിവസം 3 ദിവസം ആയിട്ടോ. ഇനി അടുത്ത ഹെയർ വാഷ് ചെയ്യാനായിട്ടുണ്ട്, അതാണ് ഹെയർ കുറച്ചൊന്ന് ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ, ഇത് ഞാൻ ഹെയർ ടൈ ചെയ്തത് കൊണ്ട് വന്നിട്ടുള്ള വേവി ആ ഒരു ഇതാണ്. ഇതിനിപ്പോ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചു നേരം കണ്ടീഷണറൊക്കെ ഇട്ടൊന്ന് ഇത്തിരുന്ന് ആ സ്ട്രെയിറ്റ് ആയിട്ട് കോമ്പൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ മാറും. പക്ഷെ എന്നാലും ഉണ്ടാവും, എന്നാലും അത് വരും. കാരണം എന്റേത് ഓൾറെഡി എഫക്റ്റ് പോയതാണല്ലോ, ഞാൻ അങ്ങനെയൊക്കെ സെറ്റാക്കി കൊണ്ട് നടക്കുന്നത് കൊണ്ട് ആ ഒരു രീതിക്കാണ് ഉണ്ടാവാം. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോ നിങ്ങളത് എങ്ങനത്തെ ഹെയർ ആണെങ്കിലും നിങ്ങൾ എന്തായാലും ഒരു 5 days 6 days അല്ലെങ്കിൽ ഒരു 1 weekന്റെ അടുത്ത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കുക കേട്ടോ. അതിപ്പോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡെയിലി ബേസിൽ നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യരുത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾ വീക്ക്ലി ഒരു 2 പ്രാവശ്യം മാക്സിമം 3 പ്രാവശ്യം. ഇപ്പോഴത്തെ ചൂട് സമയത്തൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ഈ ടൈമിലൊക്കെ ബോട്ടോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പൊതുവെ ഹെയർ വാഷ് എല്ലാ ഡെയിലി ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഹെയർ വാഷ് ചെയ്യുള്ളൂ. അത്രയും എനിക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 3 days ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ മുടിന്റെ ബാക്കിലൊക്കെ ഫുള്ള് വേർപ്പ് ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പൊ എനിക്ക് എന്തായാലും 3 പ്രാവശ്യമൊക്കെ ചെയ്തേ മതിയാവും എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അത്യാവശ്യം AC-യിലൊക്കെ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര വേർപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺസ് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഹെയർ വാഷ്, അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യരുത്. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ചെയ്യാം. മാക്സിമം 3 പ്രാവശ്യം, അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോട്ടോക്സിന്റെ എഫക്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രത്തോളം ഹെയർ വാഷ് കുറയ്ക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബോട്ടോക്സ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് സലൂണിന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നിങ്ങൾ ഈ ഇവർ സജസ്റ്റ് ചെയ്യുന്ന ഹെയർ കെയർ പ്രോഡക്ട്സ്, അതായത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ, അത് നിങ്ങൾ ഒരിക്കലും ഈ ഓരോ പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യലോ അപ്പോഴും എല്ലാ ടൈമും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ രീതിക്ക് ഉണ്ടല്ലോ, ഇത് ഡെയിലി ബേസിൽ നിങ്ങളിപ്പം വീക്ക്ലി ഒരു 2 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യണം, 3 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യണം. അപ്പോഴൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫക്റ്റ് പെട്ടെന്ന് പോകും. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരൊറ്റ വട്ടം മാത്രം ഈ ഒരു ഹെയർ കെയർ പ്രോഡക്ട്സ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ കഴുകുമ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാനിട്ട് വാഷ് ചെയ്ത് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഡെയിലി ബേസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുമല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് നോക്കുക. അപ്പൊ അങ്ങനെ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡെയിലി ബേസിൽ, അല്ലെങ്കിൽ ഡെയിലി ബേസ് എന്ന് ഉദ്ദേശിച്ച എല്ലാ ഹെയർ വാഷിലും നിങ്ങൾ ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത് എന്നുള്ളത്. ഏതെങ്കിലും ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരൊറ്റ പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെയർ ഓയിലിംഗ് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ബോട്ടോക്സ് ചെയ്തിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യാം എന്നുള്ളതായിരുന്നു. നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യല്ലോ, അത് ചെയ്യാന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ 1 month ഒക്കെ കഴിഞ്ഞ് ഏകദേശം 1.5 മാസമൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ എന്റെ ഹെയറിൽ, കാരണം എന്റെ എഫക്ട് ഓൾറെഡി പോയി. പിന്നെ എന്റെ ഹെയർ കെയർ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ എന്റെ ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഹെയറിലല്ല സ്കാൽപ്പിൽ ഫുൾ ഇങ്ങനെ ഞാൻ കൈ ഇങ്ങനെ ഓടിക്കുമല്ലോ, നമ്മൾ വിരലിങ്ങനെ ഓടിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഡ്രൈനെസ്സും ഇങ്ങനെ തരി പോലത്തെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ആകെ ടെൻഷനായിപ്പോയി. ഞാൻ എന്റെ ഹെയർ ഒക്കെ പാടെ ഇങ്ങനെ പൊരിഞ്ഞു പോരുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു എന്റെ ഹെയർ ഭയങ്കര, അല്ലെങ്കിൽ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതിനുശേഷം ഹെയർ ഓയിലിംഗ് സ്കാൽപ്പിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ആ ഒരു പ്രശ്നം മാറിയത്. സോ നിങ്ങൾക്ക് ഹെയർ ഓയിലിംഗ് അങ്ങനത്തെ ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിക്ക് അത് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയണം നിങ്ങൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ
ആഴ്ചയിൽ ഒരു വട്ടം മാത്രം, നിങ്ങളിപ്പോൾ ആഴ്ചയിൽ 2 വട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വട്ടം മാത്രം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം മാത്രം, അങ്ങനെയൊക്കെ മാത്രം ഹെയർ ഓയിലിംഗ് ചെയ്താൽ മതി. മാക്സിമം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ നിങ്ങളുടെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. അപ്പോൾ എന്നോട് 1 മാസം കഴിഞ്ഞിട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും പല വീഡിയോസിൽ ഒരുപാട് പേര് ആഫ്റ്റർ കെയർ ആയിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ കൂടെയൊക്കെ ഓരോ ഇപ്പൊ പല ഓയിൽസ് വരുന്നുണ്ടല്ലോ, റോസ്മേരി, പിന്നെ ഹെയറിന് പറ്റുന്ന ഏതൊക്കെയാ പല ഓയിൽസ് ഉണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ടുള്ളവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആഫ്റ്റർ കെയറിന്റെ ഭാഗമായിട്ട്. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്താൽ മതി. അല്ലാതെ ഡെയിലി ബേസിൽ മീൻസ് ഹെയർ വാഷ് എല്ലാ പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കാലം എഫക്റ്റ് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഹെയർ ഭയങ്കര പ്രോബ്ലംസ് തോന്നുന്നുണ്ട്, ഇപ്പൊ എനിക്ക് വന്ന പോലെ സ്കാൽപ്പ് ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഹെയർ ഓയിലിംഗ് മസ്റ്റ് ആണ് നിങ്ങളുടെ സ്കാൽപ്പിന് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യാം. പിന്നെ കൂടുതൽ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഹെയറിൽ ചെയ്യരുതെന്നാണ് കേട്ടോ. അപ്പൊ ഹെയറിൽ ചെയ്യാതിരിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കാൽപ്പിൽ മാത്രം ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് നോർമൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നിങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ടീത്ത് സ്റ്റൈലിംഗ് ഒഴിവാക്കുക എന്നുള്ളത്. ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ഹെയർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനല്ലേ. ഇപ്പൊ എന്റെ ഹെയറും പിന്നെ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പലരും ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫക്റ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ചെയ്യാം. അല്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഗെയിൻ ഹീറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റൈലൊന്നും ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക ഹെയർ. കാരണം അത് ആ ബോട്ടോക്സിന്റെ എഫക്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ എഫക്ട് പോയി നിങ്ങൾക്ക് ഭയങ്കര വേവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അന്നൊന്ന് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള സിറം യൂസ് ചെയ്തിട്ട് ആദ്യം നിങ്ങളുടെ ഹെയർ ആ സിറം അപ്ലൈ ചെയ്ത ശേഷം മാത്രം ഹീറ്റ് യൂസ് ചെയ്യുക. കൂടുതലും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് ആ സ്ട്രേറ്റ് ലോക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ പോയിട്ടുള്ളവർ പലരും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ സ്വിം ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്വിമ്മിംഗ് പൂളിലൊക്കെ എന്തായാലും ക്ലോറിൻ യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് നോക്കുക. കാരണം ക്ലോറിൻ ഉണ്ട്, ക്ലോറിനേറ്റഡ് വാട്ടർ ആണ്, ഹാർഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എഫക്റ്റ് പോകും. നമ്മൾ ഇത്ര പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ചിലവർ ഫോറിൻ കൺട്രീസിൽ ഗൾഫിലൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ഹോട്ടൽസിലൊക്കെ ചിലപ്പോൾ ക്ലോറിൻ ഉള്ള വെള്ളമായിരിക്കും കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. നമ്മൾ നോർമൽ രീതിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒരിക്കലും ചൂടുവെള്ളം അങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ചൂടുള്ള വെള്ളമൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പൈപ്പൊക്കെ തുറക്കുമ്പോൾ ചില ഹോട്ടൽസിലൊക്കെ നല്ല ചൂടുവെള്ളമായിരിക്കും കിട്ടുക. അങ്ങനെ കിട്ടുന്നപ്പോൾ തണുത്ത വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും അത്യാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ ഹെയർ കഴുകാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ബോട്ടോക്സിന്റെ എഫക്റ്റ് പെട്ടെന്ന് തന്നെ പോകും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെയർ മാസ്ക്. നല്ല എന്താ പറയുക, നമ്മുടെ ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളിപ്പം എന്നാണോ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്, അത് കഴിഞ്ഞൊരു 2 ഡേയ്സോ 3 ഡേയ്സോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഹെയർ വാഷ് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചാന്ന് വിചാരിക്കുന്നുണ്ട്. വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെയർ സിറംസ് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ, കാരണം നിങ്ങൾക്ക് ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് എന്താ പറയുക, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്ട് പോയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴേക്ക് ഹെയർ ഇങ്ങനെ കുറച്ചൊരു മാതിരി ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഹെയർ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് നല്ലതായിട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഹെയർ സിറം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ലതാണ്. കാരണം ആ ഒരു കോട്ടിങ് വരുമ്പം നമ്മുടെ ആ ഒരു എഫക്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സലോണിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു എഫക്ട് പോയി വരുന്ന ഒരു ടൈമിൽ വേണമെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഈ ഫ്രണ്ടിൽ ബോട്ടോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്,
പുതിയ ഹെയർസ് വരുമ്പോൾ അത് എങ്ങനെയാണോ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അതനുസരിച്ചിട്ടാണ് പുതിയ ഹെയർ ഗ്രോത്ത് വരുമ്പോൾ വരിക. അപ്പൊ അത് ഈ റൂട്ടിലെ ഭാഗത്തു നിന്നാണല്ലോ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എന്റേതൊന്നും വലിയതായിട്ട് അറിയത്തില്ല, പക്ഷെ നിങ്ങളുടേതെന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആണ്, അല്ലെങ്കിൽ നല്ല വേവി ആയിട്ടുള്ള ഹെയർ ഒക്കെയാണ്. കേളി ഹെയറിനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവാന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഹെയർ ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല കേളി ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഗെയിൻ പോയിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നിങ്ങളുടെ സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു എഫക്റ്റ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച് നിൽക്കുന്നവർക്കും ചെയ്തിട്ടുള്ളവർക്കും ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടിപ്സ് ആണ്. ആഫ്റ്റർ കെയർ ടിപ്സ് പോലെയും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ എടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്ത് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാം. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.